നമസ്കാരം. വൺ ഇന്ത്യ മലയാളം. മഹാരാഷ്ട്രയിലെ NDA സഖ്യകക്ഷിയായ ശിവസേനയ്ക്കും BJPക്കും ഇടയിൽ മഞ്ഞ് ഉരുകുന്നതിന്റെ സൂചനകൾ വന്നിരിക്കുകയാണ്. ശിവസേന സ്ഥാപകൻ ബാൽ താക്കറെയുടെ സ്മാരകത്തിനായി മഹാരാഷ്ട്ര സർക്കാർ 100 കോടി അനുവദിച്ചതിന് പിന്നാലെയാണ് ശിവസേനക്കും BJPക്കും ഇടയിലെ പ്രശ്നങ്ങൾ അയവ് വരുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. 1990 മുതൽ BJPയുടെ സഖ്യകക്ഷിയാണെങ്കിലും കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയത് മുതൽ ഇരു പാർട്ടികൾക്കുമിടയിലും പ്രശ്നങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. രാമക്ഷേത്ര നിർമ്മാണം, സംവരണ ബിൽ എന്നീ വിഷയങ്ങളിലെല്ലാം BJPക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളായിരുന്നു ശിവസേന ഉയർത്തിയിരുന്നത്. തിരഞ്ഞെടുപ്പിനെ ഒറ്റയ്ക്ക് നേരിടുമെന്ന ശിവസേന നേതാക്കളുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് സഖ്യകക്ഷിയെ അനുനയിപ്പിക്കാൻ ബാൽ താക്കറയിൽ തന്നെ BJP കയറി പിടിച്ചത്. മുംബൈ നഗരത്തിൽ ബാൽ താക്കറെയുടെ പ്രതിമ സ്ഥാപിക്കണമെന്നത് ശിവസേനയുടെ വർഷങ്ങളായുള്ള ആവശ്യമാണ്. ഇതിനാണ് ദേവേന്ദ്ര ഫട്നാവിസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത്. ഇടഞ്ഞു നിൽക്കുന്ന സേനയെ അനുനയിപ്പിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടെ നിർത്തുക എന്നതാണ് ഇതിലൂടെ BJP ലക്ഷ്യം വെക്കുന്നത്. സർക്കാർ ഫണ്ട് അനുവദിച്ചതിന് പിന്നാലെ സ്മാരകത്തിന്റെ നിർമ്മാണം ഉടൻ തന്നെ ആരംഭിക്കാൻ കഴിയുമെന്നാണ് ശിവസേന കേന്ദ്രങ്ങൾ പ്രത്യാശ പ്രകടിപ്പിക്കുന്നത്. സ്മാരകത്തിന്റെ ഭൂമി പൂജയ്ക്കായി പ്രധാനമന്ത്രിയെ ക്ഷണിക്കാൻ ശിവസേന തീരുമാനിച്ചതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇടഞ്ഞു നിൽക്കുന്ന സേനയെ ഒപ്പം നിർത്താനാണ് ബാൽ താക്കറെ എന്ന വജ്രായുധത്തിൽ തന്നെ BJP പിടിമുറുക്കിയത്. ഇടഞ്ഞു നിൽക്കുന്ന സേനയെ ഒപ്പം നിർത്താനാണ് ബാൽ താക്കറെ എന്ന വജ്രായുധത്തിൽ തന്നെ BJP പിടിമുറുക്കിയിരിക്കുന്നത്. മുംബൈ ദാദറിൽ മേയറുടെ ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്ന കോർപ്പറേഷൻ സ്ഥലത്താണ് സ്മാരകം പണിയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ സ്മാരക നിർമ്മാണം ആരംഭിക്കാനാണ് ശിവസേന ശ്രമിക്കുന്നത്. ഭൂമി പൂജയ്ക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ എത്തിക്കാനും ശിവസേന ശ്രമിക്കുന്നുണ്ട്. ഇതിലൂടെ ഇരു പാർട്ടികൾക്കും ഇടയിലുള്ള മഞ്ഞ് പൂർണ്ണമായും ഉരുകിത്തീരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനിയുള്ള തെരഞ്ഞെടുപ്പിൽ BJPക്കൊപ്പം മത്സരിക്കില്ലെന്ന് ശിവസേന കഴിഞ്ഞ ദിവസവും വ്യക്തമാക്കിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുമായി ഒരു തരത്തിലുള്ള സഖ്യത്തിനില്ലെന്നായിരുന്നു ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത് കഴിഞ്ഞ ദിവസവും വ്യക്തമാക്കിയത്. തൂക്ക് മന്ത്രിസഭയാണ് നിലവിൽ വരികയെങ്കിൽ അപ്പോൾ മോദിക്കല്ല നിതിൻ ഗഡ്കരിക്കായിരിക്കും പ്രധാനമന്ത്രി സ്ഥാനത്തേക്കുള്ള തങ്ങളുടെ പിന്തുണയെന്നും ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത് പറഞ്ഞിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP സഖ്യം എന്നത് ഇപ്പോൾ ശിവസേനയുടെ നിഘണ്ടുവിലെ ഇല്ലാത്ത കാര്യമാണ്. BJPക്ക് എപ്പോഴും അവരെക്കുറിച്ച് മാത്രമാണ് ചിന്തയുള്ളത്. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ കാര്യം നോക്കാൻ തീരുമാനിച്ചത് എന്നും സഞ്ജയ് റാവത്ത് പറയുന്നു. മഹാരാഷ്ട്രയിലെ ഭൂരിപക്ഷം സീറ്റുകളിലും ശിവസേന സ്ഥാനാർത്ഥികളെ നിർത്തും. സ്ഥാനാർത്ഥികളുടെയും മണ്ഡലങ്ങളുടെയും കാര്യത്തിൽ അടുത്ത ദിവസം തന്നെ തീരുമാനം ഉണ്ടാകുമെന്നും നരേന്ദ്രമോദിക്കെതിരെ പ്രതിപക്ഷ ഐക്യത്തിൽ കോൺഗ്രസ് കൂടി ഇല്ലാതെ വിജയം നേടാനാവില്ലെന്നും സഞ്ജയ് റാവത്ത് കൂട്ടിച്ചേർത്തു. നേരത്തെ ശിവസേന BJP നേതാക്കൾക്കിടയിൽ രൂക്ഷമായ വാഗ്വാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. BJPയുമായി സഖ്യത്തിലാണെങ്കിൽ ശിവസേനയുടെ വിജയം ഉറപ്പാക്കുമെന്നും അതല്ലെങ്കിൽ മുൻ സഖ്യമായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തുക തന്നെ ചെയ്യും എന്നുമായിരുന്നു അമിത്ഷാ ശിവസേനയോട് പറഞ്ഞത്. ശിവസേനയെ ഭയപ്പെടുത്താൻ നോക്കിയാൽ ചാമ്പലാക്കി കളയുമെന്നായിരുന്നു സഖ്യ സർക്കാരിലെ മന്ത്രിയായ രാംദാസ് കദം BJPക്ക് മറുപടി നൽകിയത്. മഹാരാഷ്ട്രയിലേക്ക് വന്ന് തങ്ങളെ ഭയപ്പെടുത്താൻ നോക്കണ്ട എന്നായിരുന്നു പരിസ്ഥിതി വകുപ്പ് മന്ത്രി കൂടിയായ രാംദാസ് കദം അഭിപ്രായപ്പെട്ടത്. താക്കറെയുടെ സ്മാരകത്തിന് 100 കോടി അനുവദിച്ചതിലൂടെ ശിവസേന അയ്യും എന്ന് തന്നെയാണ് BJPയുടെ പ്രതീക്ഷ. ഇനി നിലപാട് വ്യക്തമാക്കേണ്ടത് സേന തന്നെയാണ്. ശിവസേന BJP സഖ്യം നിലവിൽ വരികയാണെങ്കിൽ മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന് അത് വലിയൊരു തിരിച്ചടിയാകും എന്ന് ഉറപ്പായിരിക്കുന്നു.